വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ ആദിവാസി സ്ത്രീയെ ആക്രമിച്ചു കൊന്ന കടുവയെ കണ്ടെത്താനുള്ള വനംവകുപ്പിന്റെ തെരച്ചിൽ തുടരുകയാണ്. ഡോക്ടർ അരുൺ സഖറിയുടെ നേതൃത്വത്തിൽ 85 അംഗ ടീമാണ് പഞ്ചാരക്കൊല്ലി പ്രിയദർശിനിയിൽ ക്യാമ്പ് ചെയ്യുന്നത്. വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ ഇന്ന് യോഗം ചേരും. രതീഷ് വാസുദേവനോട് വിശദാംശങ്ങളുമായി. രതീഷ്, ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? എത്തരത്തിലാണ് ഇന്നത്തെ തെരച്ചിൽ നടക്കുന്നത്? ഒപ്പം ഈ വനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം അതെപ്പോഴാണ്? പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കടുവയാൽ ആക്രമിക്കപ്പെട്ട ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആ സാഹചര്യത്തിൽ വനമന്ത്രി ജില്ലയിൽ എത്തിയില്ല എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് ഇന്ന് മന്ത്രി ജില്ലയിലെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗവും വിളിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രസക്തമാണ് ഈ യോഗം. ഇതിനിടയ്ക്ക് ഇന്ന് രാവിലെ അല്പസമയം മുതൽ ദൗത്യം ആരംഭിച്ചു. 85 അംഗ സംഘമാണ്, RRT സംഘമാണ് നിലവിലുള്ളത്. അരുൺ സഖറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ആ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. കൂടുതൽ ആയുധങ്ങൾ ഉൾപ്പെടെ വനം വകുപ്പിന് നൽകിക്കൊണ്ട് ആണ് ഇനി മുതലുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത്. 3 കൂടുകൾ പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 38 ക്യാമറ ട്രാപ്പുകൾ നിലവിൽ കടുവയെ നിരീക്ഷിക്കാനും അതിന്റെ സഞ്ചാര സാധ്യതയൊക്കെ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നുണ്ട്. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് കടുവയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്നലെ ADMന്റെ നേതൃത്വത്തിൽ ജനകീയ സമിതിയായി നടന്ന ചർച്ചയിൽ പൂർണ്ണമായും ജനങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് ജനങ്ങളെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള എല്ലാ നടപടികളും വനംവകുപ്പ് ജില്ലാ ഭരണകൂടവും ചെയ്തു കൊടുക്കുമെന്ന് ADM ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി ഉറപ്പു നൽകി. തുടർന്നാണ് ജനകീയ പ്രതിഷേധം ഇന്നലെ തണുത്തത്. എന്തായാലും ജനങ്ങളോട് ജാഗ്രത പാലിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുന്നത് ഒഴിവാക്കുക. അത് ഈ കടുവയെ തിരയുന്നതിനുൾപ്പെടെ അല്ലെങ്കിൽ കണ്ടെത്തുന്നതിനുൾപ്പെടെ സാധ്യതകൾ ഇല്ലാതാക്കും. 144 പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായി. അത് ഇനി ദിവസങ്ങളിൽ ഉണ്ടാവരുത്, കർശന നടപടി ഉണ്ടാവുമെന്ന് വയനാട് SP അറിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഈ ആളുകൾ ഈ പൂന്തേരി ഉൾപ്പെടെയുള്ള ഈ പഞ്ചാരക്കൊല്ലി ഭാഗത്തു നിന്ന് നാളെ മുതൽ ക്ലാസുകളിലേക്ക്, സ്കൂളിലേക്ക് കുട്ടികൾക്ക് പോകാനുള്ള സംവിധാനങ്ങൾ 6ഓളം വാഹനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടം. അതുപോലെ തന്നെ ഈ ലോക്കൗട്ടായ സ്ഥിതി, തൊഴിലിന് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ആ സാഹചര്യത്തിലുള്ള തൊഴിലാളികൾക്കുള്ള കൂലി അടക്കം സംബന്ധിച്ചുള്ള എന്തായാലും വയനാട്ടിൽ കടുവയെ പിടികൂടാനുള്ള തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ.